ഹായ് ഗൈസ്, നമുക്ക് നമ്മുടെ ഒരു ചെറിയ ഗാർഡൻ കണ്ടാലോ? ഗാർഡൻ എന്ന് പറയുമ്പോൾ പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ചെറിയ രണ്ട് മൂന്ന് ചെടികളുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ റോസ. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ കുറെ നാളായി പൂവായിട്ട്, അപ്പൊ ഞാൻ ഇതിന്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് ഇതിൽ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് മുട്ടക്കിട്ട് അങ്ങനെ പൂവായിട്ടാ. മൂന്ന് പൂവായിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട ഉണ്ട്, അത് വിരിഞ്ഞിട്ടില്ല. പിന്നെ ബാക്കിലും ഉണ്ട് കേട്ടോ, അതില് പൂവായി വാടിപ്പോയിട്ടോ. പിന്നെ ഇത് നമ്മുടെ തുളസിയാണ്. ഇത് ഞാനൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ രണ്ട് മൂന്ന് ചട്ടികൾ ഞാൻ തുളസി നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ഇവിടെ നമ്മുടെ മുളക് ചെടി ഉണ്ട്. ഇതിലൊരു മുളക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മുളക് ആയിട്ടുണ്ടായിരുന്നു, നല്ല ചുവന്ന് തുടുത്ത മുളക്. അത് ഞാൻ വിത്ത് പാകാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടിയിലേക്ക് അത് പാകിയിട്ടുണ്ട് കേട്ടോ, പുതിയ മുളക് മുളച്ചു വെട്ടാൻ വെച്ചിട്ട്. അപ്പൊ അതങ്ങനെ. പിന്നെ പൂക്കളുള്ള ചെടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ. കുറെ ഇലകൾ മാത്രമുള്ളതാ ചെടികളൊക്കെ ഇല്ലും. ഗാർഡനൊക്കെ സെറ്റ് ആക്കണം, സ്പേസും കുറവാണ്, എന്നാലും എല്ലാ സ്പേസിലും സെറ്റ് ആക്കണം. ഇത് വാഴക്കൂട്ടം കണ്ട, ഇത് നമ്മൾ നട്ടതല്ല കേട്ടോ. അപ്പുറത്തുള്ള വാഴ ഉണ്ടോ, കുറെ വാഴകൾ, ആ വാഴയിൽ നിന്ന് അതിക്രമിച്ച് ഇപ്പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ അവൻ നമ്മളിൽ ഒരാളായി. പിന്നെ നമ്മളത്തെ പപ്പിക്കുട്ടൻ നമ്മളിന്ന് പുറത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. സാധാരണ അകത്ത് തന്നെയാണ് വെക്കാറുള്ളത്, കാരണം വീട്ടിൽ അച്ഛൻ മാത്രമേ ഉണ്ടാവാറുള്ളല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവന്റെ കൂടെ അകത്ത് തന്നെയാണ് ഇപ്പൊ ഇരിക്കാറുള്ളത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് വെച്ചതാണ്. നിങ്ങൾ ഓർക്കണ്ട ഈ തുണിയിട്ട് മൂടിയേക്കുന്നത് എന്താണെന്ന്. ഇത് ബാക്കിലെ വീട്ടിലേക്ക് നമ്മളുടെ ഇതിലേക്കൂടെയാണല്ലോ വഴി. അപ്പൊ ആളുകൾ അതിലേക്ക് പോകുമ്പോഴത്തേക്കും സൺഡേ ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പോകുക. അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് പോരപ്പോ ഇവൻ നിർത്താതെയല്ല പോരാ, ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു ഒന്നൊന്ന് ശാന്തമായിക്കോട്ടെന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഒന്ന് കാഴ്ച കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു തുണിയിട്ട് മൂടിക്കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് പപ്പിയുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ പപ്പിക്കുണ്ണതെ ഉണ്ണി എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയിട്ടാ കളിക്കാൻ. കുട്ടികൾ പിന്നെ കൂടെ കൂട്ടിക്കോളൂട്ടോ കളിക്കാൻ. പപ്പി നല്ല ഉഷാറാണ് കളിക്കാൻ. അപ്പൊ അവനവിടെ സെറ്റിയില് കെട്ടിയിട്ടുണ്ട്. അവൾക്ക് എപ്പോഴും അഴിച്ചിട്ടുള്ളതാണ് ഇഷ്ടം. നമുക്ക് അഴിച്ചിടണമെങ്കിൽ ഡോറ് നല്ലോണം അടച്ചിട്ട് വേണം അവൾ അഴിച്ചിടണമെങ്കിൽ. എനിക്കെപ്പോഴും അവനെന്നാണ് കേട്ടോ വരുള്ളൂ വായിൽ. അവളെന്നുള്ളത് വളരെ കുറവാണ് വരുന്നത്. അപ്പൊ പപ്പീനെ അഴിച്ചിടണമെന്നുണ്ടെങ്കിൽ ഡോർ അടച്ചിട്ട് വേണം അടിച്ചിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേരെ റോഡിലേക്ക് വെച്ച ഒറ്റ ഓട്ടമുണ്ടാകും. കാരണം നേരെ റോഡാണല്ലോ, ഒന്നും നോക്കില്ല, നേരെ ഓടിക്കളയും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചിട്ടൊക്കെ വേണം അവൻ അഴിച്ചിടാൻ. അപ്പൊ അങ്ങനെ അവനെ വീണ്ടും കൂടിനുള്ളിലാക്കി. കാരണം വിളക്ക് വെക്കാറായതുകൊണ്ട് അച്ഛൻ വിളക്ക് വെച്ച്. അപ്പൊ അതുകൊണ്ട് അവനത് കൂടിനുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയപ്പോ അവൾക്ക് റോഡിലെ കാഴ്ചയും കാണാം, പിന്നെ അവളുടെ പതിവ് കലാപരിപാടിയായ നിർത്താതെയുള്ള കുര. കാരണം ഒരു നിഴല് കണ്ടാൽ പോലും ഇങ്ങനെ നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അച്ഛനിവിടെ നമ്മുടെ വഴിയരികിൽ രണ്ട് മൂന്ന് പട്ടികൾക്ക് എപ്പോഴും ഫുഡ് വെച്ച് കൊടുക്കോട്ടെ. അപ്പോൾ അവരുടെ കറക്റ്റ് ടൈമിംഗ് ആകുമ്പോൾ വരും കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്കും പപ്പിക്ക് ഇളകില്ലേ പ്രാന്ത്. പിന്നെ പപ്പിയുടെ കലാപരിപാടിയാണ്, നിർത്താതെ ഇങ്ങനെ അവർ പോണ വരെ കുറച്ചുകൊണ്ടിരിക്കും. ഇതാണ് പപ്പിയുടെ ചെറിയ ചെറിയ ലീലാവിലാസങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.